ബിസ്മില്ലാ അൽഹംദുലില്ലാ. അപ്പോൾ നമ്മൾ 6 ആയകളാണ് നമ്മൾ പഠിച്ചത്. സൂറത്തുൽ കഹ്ഫിൻ്റെ 6 ആയകൾ പഠിച്ചു. ഇനി 7-ാമത്തേതാണ് പഠിക്കാനുള്ളത്. നമ്മൾ ആദ്യം തജ്വീദിൻ്റെ റൂളുകളാണ് പറയുന്നത്. തജ്വീദിൻ്റെ റൂളുകൾ പറയുക, അടുത്തത് മീനിങ് പറയുക, പിന്നെയാണ് നമ്മൾ തഫ്സീർ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ തജ്വീദിൻ്റെ റൂള് ഇന്നയിൽ നൂനിന് ശബ്ദമുണ്ട് അല്ലേ? നൂനിന് ശബ്ദമുണ്ട്. ശ്രദ്ധയുള്ള നൂന് വന്നാൽ നമ്മൾ 2 കൗണ്ട് മണിക്കണം. ഇന്ന ഒരു മദ്ദുണ്ട്. 2 അർക്ക നീട്ടാനുള്ള ഇന്ന പറഞ്ഞാൽ പോരാ. ഇന്ന ജഅൽന മാ അലൽ അർദി. ഇത് അല കഴിഞ്ഞതിന് ശേഷം, ഇത് തജ്വീദല്ല, ഗ്രാമറിൻ്റെ ഒരു ചെറിയ ഭാഗമാണ്. അലയ്ക്ക് ശേഷം വരുന്ന ഇസ്മിന് എന്ത് വരും? കെസ്റ വരും. ഈ അർദ് അല്ലെങ്കിൽ ഒരു ഇസ്മിൻ്റെ ബൈ ബർത്ത് അത് ലൊമ്മയായിരിക്കും. ലൊമ്മയാണ് അതിനുണ്ടാണ്ടിയത്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് കെസ്റ വരുന്നതിൻ്റെ കാരണം എന്താണ്? അല മുന്നിലുള്ളത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, എവിടെ അല കണ്ടു കഴിഞ്ഞാലും അതിൻ്റെ തൊട്ട് ശേഷം വരുന്നത് എന്തായിരിക്കും? കെസ്റയുള്ളൊരു ഇസ്മായിരിക്കും. അലൽ അർദി. ദെൻ സീനത്തൻ, ഈ താടെ മുകളിൽ തെൻവീനുണ്ട്. തെൻവീൻ കഴിഞ്ഞിട്ട് വരുന്നത് ലാമാണ്. അപ്പോൾ സാക്കിനായ നൂനിനോ തെൻവീനിനോ ശേഷം ലാം എന്നുള്ള അക്ഷരം വന്നു കഴിഞ്ഞാൽ, ലാമോർ അറ രണ്ടിൽ ഏതെങ്കിലും ഒരു അക്ഷരം വന്നു കഴിഞ്ഞാൽ നമ്മൾ മിക്സ് ചെയ്യും. ഇദ്ഗാമാണ്. ഇദ്ഗാം ബിലാ ഉന്ന. 2 തരം ഇദ്ഗാം ഉണ്ട്. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, തൻവീനിൽ ഒരു നൂനുണ്ട്. തൻവീനിലുള്ളിലൊരു നൂനുണ്ട്. തൻവീൻ എന്ന് പറഞ്ഞാൽ ഫതഹ തൻവീൻ എന്ന് പറഞ്ഞാൽ ഫതഹ പ്ലസ് നൂൻ സുക്കൂനാണ്. ഫതഹ പ്ലസ് നൂൻ സുക്കൂനാണ്. അപ്പോൾ ആ തൻവീനുള്ള നൂനിനെ ലാമിലോട്ട് ലയിപ്പിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ഇദ്ഗാം. ഇലാമും റായുമാണെങ്കിൽ എന്തില്ല, മണിക്കണ്ട. ബാക്കി ചില അക്ഷരങ്ങളൊക്കെ വരുന്ന സമയത്ത് മണിച്ചിട്ടാണ് നമ്മൾ ലയിപ്പിക്കുക. ഇവിടെ മണിക്കാണ്ടാണ് ലയിപ്പിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ താഴെ മുകളിൽ 2 ഫത്തയുണ്ട്, ഫത്തയ തെൻവീനുണ്ട്. അതിൽ അവിടെ വെക്കും. അവിടെ വെച്ചിട്ട് ഒന്ന് എന്ന് പറഞ്ഞാൽ നൂൻ സുക്കൂനാണല്ലോ, അത് ലാമിലോട്ടിൽ മിക്സ് ചെയ്യും. അതുകൊണ്ടാണ് ഈ ലാമിന് ശബ്ദ വന്നത്. അപ്പോൾ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് സീനത്തല്ലഹ ലിനബലുവഹും. അവിടെ ഒന്നും തജ്വീദില്ല. ലിനബലുവഹും അയ്യുഹും അഹ്സനു അമല. ഈ അമലയിൽ ലാമിന് ഫതഹ തൻവീനാണ്. ഫതഹ തൻവീൻ വരുന്ന സമയത്ത് ഒരു അലിഫ് ഉണ്ടാവും. അലിഫുൽ വിഖായ എന്ന് പറഞ്ഞൊരു അലിഫ് ഉണ്ടാവും. 2-3 കേസിൽ ഇങ്ങനെയുള്ള താക്കുണ്ടാവില്ല. പിന്നെ ഹംസയുടെ മുന്നിൽ അലിഫ് വന്നാലുണ്ടാവില്ല. അല്ലെങ്കിൽ ഹംസയുടെ സീറ്റ് അലിഫാണെങ്കിൽ ഉണ്ടാവില്ല. അല്ലാത്ത എല്ലാ കേസിലും എന്ത് വരും? ഫതഹ തൻവീന് വരുന്ന സമയത്ത് ഫതഹ തൻവീന് ശേഷം ഒരു അലിഫ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ അതാണ് ലാമിന് ശേഷം ഒരു അലിഫ്. അപ്പോൾ ഇത് നമ്മളിവിടെ ഫുൾ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത്, സാധാരണ ഗതിയിൽ ഫുൾ സ്റ്റോപ്പ് ഇടുന്ന സമയത്ത് ഒരു ഒട്ടുമിക്ക കേസിലും സുക്കൂൻ ഇട്ടിട്ടാണ് ഫുൾ സ്റ്റോപ്പ് ഇടുക. പക്ഷേ ഇവിടെ നമ്മൾ എന്താണ്, സുക്കൂൻ ഇട്ട് ഫുൾ സ്റ്റോപ്പ് ചെയ്യല. ഫതഹ തൻവീനാണെങ്കിൽ ഫതഹ പ്ലസ് ഒരു മദ്. അമല പറഞ്ഞിട്ട് ഒരു 2 ഹർക്ക നീട്ടിയിട്ടാണ് ഫുൾ സ്റ്റോപ്പ് ഇടുക. അമല. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ തജ്വീദിൻ്റെ തജ്വീദിൻ്റെ നിയമങ്ങൾ. നെക്സ്റ്റ് അടുത്തായ ഇന്ന. ഇവിടെയും ആൻഡാണ് അത്. ഓക്കെ, ഇന്ന. ഇവിടെയും ഇന്നയ്ക്ക് എന്തുണ്ട്? നൂനിന് ശബ്ദമുണ്ട്. 2 കൗണ്ട് മണിച്ച് 2 ഹർക്ക നീട്ടിയിട്ട് ഇന്ന ലജാഇലൂന മാ അലൈഹ സഈദൻ. ഇവിടെ ഒരു തൻവീനുണ്ട്. ദാലിൻ്റെ മുകളിലൊരു തൻവീനുണ്ട്. ഫതഹ തൻവീനാണ്. അപ്പോൾ ഇവിടെ ഫതഹ തൻവീൻ ആയതുകൊണ്ടാണ് ഒരു അലിഫ് വന്നത്. ഇവിടെ നമ്മൾ
ഫുൾ സ്റ്റോപ്പ് ഇടുന്ന സമയത്ത് ഇതിനെ ഒരു ഫത്തയും ഒരു അലിഫും വെച്ചിട്ടാണ് ഫുൾ സ്റ്റോപ്പ് ഇടുക. അല്ലാതെ കേസിൽ അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ തൻവീനിന് ശേഷം വന്നത് ജീമാണ്. ജീം അപ്പോൾ സാക്കിനായ നൂനിനോ തൻവീനിനോ ശേഷം ജീം എന്നുള്ള അക്ഷരം വന്നു കഴിഞ്ഞാൽ ഇഖ്ഫ ആണ്. ഇഖ്ഫ എന്ന് പറഞ്ഞാൽ മണിച്ചിട്ട് മറച്ച് മണിക്കുക. എന്തിനാണ് മണിക്കേണ്ടതെന്ന് വെച്ചാൽ നൂനിൻ്റെ സൗണ്ടിനെ മറച്ച് വെക്കുക, എന്നിട്ട് മണിക്കുക, എന്നിട്ട് ജീമ് പ്രൊനൗൺസ് ചെയ്യുക. അതാണ് ഇദാം ഇഖ്ഫ ആണ്. തൻവീനിന് ശേഷം ജീം എന്നുള്ള അക്ഷരം വന്നാൽ ഇഖ്ഫ ആണ്. ഇഖ്ഫ എന്ന് പറഞ്ഞാൽ തൻവീനിലുള്ള സാക്കിനായ നൂനാണെങ്കിൽ നൂൻ തന്നെ, തൻവീനാണെങ്കിലും അതിലെന്തുണ്ടാവും, ഒരു നൂനുണ്ടാവും. അപ്പോൾ സാക്കിനായ നൂനിനും തൻവീനും ഒരേപോലത്തെ നിയമങ്ങളാണ്. അപ്പോൾ ഇവിടെ ഇഖ്ഫ ജീം എന്നുള്ള അക്ഷരം വന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മണിക്കും. നൂനിൻ്റെ സൗണ്ടിനെ മറച്ച് വെച്ചിട്ട് മണിക്കും, എന്നിട്ട് ജീമിനെ പ്രൊനൗൺസ് ചെയ്യും. എന്ന് പറഞ്ഞാൽ നമ്മൾ നാവിനിടയും തൊടാണ്ട് പിന്നെ വായൻ്റെ ഉള്ളിൽ വെച്ചിട്ട് മണിക്കുക, എന്നിട്ട് ജീമിനെ പ്രൊനൗൺസ് ചെയ്യുക. അപ്പം സ്വഈദൻ ജുറുസ. ഇവിടെ സായിക്കും ഫത്തഹ തൻവീനാണ്. ഫുൾ സ്റ്റോപ്പ് ഇടുന്ന സമയത്ത് ഒരു മദ്ദ് ഇട്ടിട്ട് ജുറുസ. ഓക്കെ. അടുത്തത് അടുത്തതായ അം ഹസിബത്ത അന്ന. ഇവിടെയുണ്ടൊരു നൂന് ശബ്ദമുണ്ട്. രണ്ട് കൊണ്ട് വണിച്ചിട്ട് പ്രൊനൗൺസ് ചെയ്യുക. അന്ന അസ്ഹാബൽ കഹ്ഫി വർറഖീമി. വാവ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ കുറേ സാധനങ്ങളുണ്ട്. ഒരു അലിഫ്, ഒരു അംസത്തുൽ വസ്ലുണ്ട്, ഒരു ലാമുണ്ട്. അത് രണ്ടിനെയും പ്രൊനൗൺസ് ചെയ്യൂല. വാവ് കഴിഞ്ഞിട്ട് റായിലോട്ട് വരിക. വർറഖീമി. റാ ഹെവി റായാണ്. വർറഖീമി കാനു മിൻ. ഇവിടെ ഒരു നൂൻ സുക്കൂനുണ്ട്. അപ്പോൾ നമ്മൾ തജ്വീദ് നോക്കുന്ന സമയത്ത് നൂൻ സുക്കൂനോ തൻവീനോ ഫത്തയായാലും കെസ്റയായാലും ലൊമ്മയായാലും ഇതെവിടെ വന്നാലും അവിടെ തജ്വീദിൻ്റെ ഒരു റൂൾ ഉണ്ടാവും, നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ. അപ്പോൾ അവിടെ വന്നിരിക്കുന്നത് നൂനിന് സുക്കൂനാണ്. നൂനിന് സുക്കൂന് കഴിഞ്ഞിട്ട് വന്നത് ഹംസയാണ്. അപ്പോൾ സാക്കിനായ നൂനിന് ശേഷം ഹംസ വന്നാൽ നൂനിൻ്റെ സൗണ്ടിനെ വെളിവാക്കുക, ഇൽഹാർ എന്നാണ് പറയുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഈ ഹംസ തൊണ്ടയുടെ അക്ഷരമാണ്. തൊണ്ടയിൽ നിന്ന് വരുന്ന അക്ഷരമാണ് ഹംസ. അപ്പം തൊണ്ടയിൽ നിന്ന് വരുന്ന 6 അക്ഷരത്തിൽ ഏതക്ഷരം വന്നു കഴിഞ്ഞാലും നൂനിൻ്റെ സൗണ്ടിനെ ക്ലിയർ ആക്കുക, അല്ലെങ്കിൽ വെളിവാക്കിയിട്ടാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത്. അതിന് റൂളിനെ പറയുന്നത് ഇൽഹാറാണ്. മിൻ ആയാത്തിന. ഇവിടെ മണിക്കൊന്നും വേണ്ട, മിൻ. ഓക്കെ. മിൻ ആയാത്തിന. എവിടെ അജബ ഫത്തഹ തൻവീനാണ്. ഫത്തഹ തൻവീന് നിർത്തുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഒരു ഫത്തയും ഒരു മദ്ദും വെച്ചിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടുക. അജബ. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തജ്വീദിൻ്റെ റൂളുകൾ. ക്ലിയർ അല്ലേ സുമയ്യ ടീച്ചറെ? ഇനിയൊന്നുമില്ലല്ലോ പറയാനായിട്ട്? ക്ലിയർ ടീച്ചറെ. ഓക്കെ. ഇനി നമുക്കിതിൻ്റെ മീനിങ് നോക്കാം. ഫസ്റ്റ് വാക്ക് ഇന്ന എന്ന് പറഞ്ഞാൽ ഇന്ന തീർച്ചയായും. ഇന്ന പ്ലസ് നഹ്നു ആണ് ഇന്നയും പ്ലസ് നാം, തീർച്ചയായും നാം. അതാണ് ഇന്ന, തീർച്ചയായും നാം. അപ്പോൾ ഇത് വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് വന്നിട്ടുള്ളൊരു വാക്കാണെന്ത്, ഇന്ന. ഏതാണ്ട് 400 സ്ഥലത്തിനേക്കാൾ കൂടുതൽ സ്ഥലത്ത് വന്നൊരു വാക്കാണെന്ത്, ഇന്ന. അപ്പോൾ നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് എവിടെ ഈ ഇന്ന വന്നാലും ഒന്ന് ശ്രദ്ധിക്കുക. ഇന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും നാം. അപ്പോൾ മിക്കവാറും കേസിൽ അത് അള്ളാഹു താലാനെ പറ്റി പറയുന്നതാണ്. തീർച്ചയായും നാം എന്നുള്ളത് അള്ളാഹുവിനെ പറ്റി അള്ളാഹു പറയുന്നതാണ് ഇന്ന. ചിലതിലൊക്കെ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും, ആൾക്കാർ പറയുന്നതുണ്ടാവും.
ഈ കൂടുതൽ ആളുകൾ മനുഷ്യന്മാർ പറയുമ്പോൾ ഒരാൾക്ക് ഇന്ന പറയൂല. ഇന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും നാം എന്നാണ്. ഇത് പ്ലൂരലാണ്. നെഹ്നു എന്നുള്ള നാം എന്നുള്ള ഇത് ഇന്നയോട് കൂടി വരുന്ന സമയത്താണ് ഇന്ന പ്ലസ് ഇന്ന വരുന്നത്. ഇന്ന പ്ലസ് നെഹ്നു, തീർച്ചയായും ഇന്ന, തീർച്ചയായും നെഹ്നു നാം. അപ്പോൾ ഇത് ആളുകളെ സംബന്ധിച്ച് പറയുമ്പോൾ എന്ത് വരില്ല, സിംഗുലറിന് ഇത് വരില്ല. കൂടുതൽ ആൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ പറയാം. കൂടുതൽ ആളുകൾ അവരെ പറ്റി പറയുന്ന സമയത്ത് ഇത് ഉപയോഗിക്കും. മിക്കവാറും കേസിൽ ഇത് എവിടെയാണ് ഉപയോഗിക്കുന്നത്? അള്ളാഹു താലയെ പറ്റി ഇവിടെ അതേപോലെ തന്നെയാണ് അള്ളാഹു പറഞ്ഞത്. അള്ളാഹുവിനെ പറ്റിയാണ് പറയുന്നത്. അള്ളാഹു പറയുന്നു അള്ളാഹുവിനെ പറ്റി, തീർച്ചയായും നാം. അപ്പോൾ ഇങ്ങനെ ഈ റിപ്പീറ്റ് ചെയ്ത് വരുന്ന വാക്കുകൾ ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എഴുതി വെച്ചാൽ നിങ്ങൾക്കൊരു ഉപകാരം ഉണ്ടാവും. എന്താണെന്ന് വെച്ചാൽ ഖുർആൻ ഓതുന്ന സമയത്ത് നിങ്ങൾക്ക് അത് എടുത്തു നോക്കിയാൽ 2-3 പ്രാവശ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാവും. പിന്നെ ഈ വാക്കുകൾ കുറേ സ്ഥലത്ത്, ഇപ്പോൾ 400 എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുൾ ഖുർആൻ ഓതുന്ന സമയത്ത് ഒരുപാട് സ്ഥലത്ത് കണ്ടുകൊണ്ടേയിരിക്കും ഇത്. അപ്പോൾ ഒരു വാക്കും നമ്മൾ പറ്റുന്നത്ര വാക്കുകൾ നമ്മൾ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ പഠിക്കാൻ ശ്രമിച്ച് കഴിയുമ്പോൾ നമുക്കത് എളുപ്പം ഉണ്ടാവും. അപ്പോൾ നമുക്ക് മനസ്സിലാവും, നമുക്കൊരു അത്ഭുതം വരും. ഓക്കെ, നമ്മൾ ഖുർആൻ ഓതുന്ന സമയത്ത് അതിലുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്ന സമയത്ത് അതിൻ്റെ വാക്കുകളുടെ അർത്ഥമൊക്കെ നമുക്ക് മനസ്സിലാകുമ്പോൾ നമുക്കൊരു ഓതാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. നമ്മൾ അർത്ഥം അറിയാണ്ട് ഓതുന്ന സമയത്ത്, അങ്ങനെ ഓതുന്ന സമയത്താണ് നമുക്ക് ഉറക്കം വരികയും താല്പര്യമില്ലാതിരിക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മൾ മാക്സിമം അർത്ഥം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഓത്തിനൊരു നല്ലൊരു ഒരു ഇൻട്രസ്റ്റ്, ഒരു ഖുശൂ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇന്നനെ നിങ്ങൾ മറന്നു വരുന്നത് എവിടെയെങ്കിലും എഴുതി വെക്കുക. ഇന്ന, തീർച്ചയായും നാം. ഇന്ന ജഅൽന, അതേപോലെ തന്നെയാണ് ഈ ജഅല എന്നുള്ള വാക്ക്. ജഅല പ്ലസ് നെഹ്നു ആണിത്. ജഅല പ്ലസ് നെഹ്നു, ജഅലയുടെ കൂടെ നാം എന്ന് കൂടി ചേർത്ത് ഒരു ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അത് നെഹ്നു ആണ്. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നെഹ്നു പറയും. പക്ഷേ ഇവിടെ ഇന്നയുടെ കൂടെ കൂടിയപ്പോൾ നാ, അതേപോലെ തന്നെ ജഅലിൻ്റെ കൂടെ കൂടിയപ്പോൾ നാം എന്നുള്ളത് ഒന്നിൻ്റെ കൂടെ കൂടിയപ്പോഴാണ് നാ വന്നത്. അപ്പോൾ ഇവിടെയും ജഅൽന, ഈ ജഅല മാത്രം വിശുദ്ധ ഖുർആനിൽ ജഅല എന്നുള്ള ഒരു വാക്ക് 346 തവണ വന്നിട്ടുണ്ട്. വ്യത്യസ്ത ഫോമിലായിരിക്കും ജഅലയുടെ വ്യത്യസ്ത. എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവും. ജഅലയ്ക്ക് 2 അർത്ഥമുള്ളത്. ഒന്ന് നിർമ്മിച്ചു, അല്ലെങ്കിൽ ആക്കി. നിർമ്മിച്ചു, ആക്കി. അപ്പോൾ അള്ളാഹു പറയാണ് ഇന്ന, തീർച്ചയായും നാം, ജഅൽന നാം ആക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ നാം ആക്കി. എന്ത്? മാ എന്ന് പറഞ്ഞാൽ ഇതുമാണ് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ഹർഫാണ് മാ. അപ്പോൾ ഇതിന് 2 തരത്തിലുള്ള മീനിങ് ഉണ്ട്. ചില കേസിൽ ഇത് നഫിയാക്കാൻ, അല്ലെങ്കിൽ ഇല്ല എന്ന് പറയാൻ ഉപയോഗിക്കും. ഇല്ല എന്ന് പറയാൻ ഉപയോഗിക്കും. ഇവിടെ ഇല്ല എന്നുള്ള അർത്ഥമല്ല, യാതൊന്നും, എന്താണോ അത്. മാ പറഞ്ഞാൽ എന്താണോ അത്. മാ അലൽ അർളി എന്ന് പറഞ്ഞാൽ ഇതും. അർള് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും അല്ലേ? അർള് എന്ന് പറഞ്ഞാൽ ഭൂമിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അർള് ഭൂമി. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയുന്നത് നമ്മൾ ഓർത്തും വെക്കുക, അറിയാത്തത് കുറച്ച് നമ്മൾ പഠിക്കുകയും ചെയ്താൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഈ അല എന്നുള്ളത് ഹർഫ് ജർ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അലയ്ക്ക് ശേഷം വരുന്ന ഇസ്മിനെ അല എന്ത് ചെയ്യും? കെസ്റയിലോട്ട് മാറ്റും. അലയ്ക്ക് ശേഷം വരുന്ന ഇസ്മിനെ അല കെസ്റയിലോട്ട് മാറ്റും. ഈ അലയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ 1423 തവണ 1423 തവണയാണ് വിശുദ്ധ ഖുർആനിൽ അല എന്നുള്ള ഇത് വരുന്നത്. അല മേലെ ആണ്. മേലെ എന്നുള്ള ഒരു അല എന്ന് പറഞ്ഞാൽ മേലെ. ഓക്കെ, അലൽ അർളി ഭൂമിയുടെ മേലെ, അല്ലെങ്കിൽ ഭൂമിയിൽ അലൽ അർളി. അല ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞില്ലേ? അല മേലെ. ഏത് സംഭവത്തിൻ്റെ കൂടെ അല വന്നാലും ഒന്ന് അല വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്തതിന് കെസ്റയായിരിക്കും. അല വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത് ഇസ്മിന് കെസ്റ ഉണ്ടാവും, വേറെ ഹർക്കത്തൊന്നും ഉണ്ടാവില്ല. രണ്ടാമത്തത് ഈ അലയുടെ മീനിങ്. അല മേൽ, അല മേൽ, ഭൂമിയിൽ, അല്ലെങ്കിൽ ഭൂമിയുടെ മുകളിൽ. അർള് എല്ലാവർക്കും അറിയാം. അലൽ അർളി സീനത്തൻ, ഈ വാക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കില്ലേ? സീനത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അലങ്കാരം, അല്ലെങ്കിൽ ഭംഗി.
നമ്മൾ ഉപയോഗിക്കുന്ന വാക്കല്ലേ സീനത്ത്. സീനത്തൻ ഭംഗി, ലഹ അതിന്, ലഹ ലി പ്ലസ് ഹായാണ്, ലി പ്ലസ് ഹ, ലഹ ലഹ അതിന്, ലഹ ഓക്കെ അതിന്. ലിനബുലുവഹും, ലിനബുലുവഹും. അപ്പോൾ ഇതുവരെയുള്ള അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അള്ളാഹു താല പറയാണ് തീർച്ചയായും നാം ആക്കിയിരിക്കുന്നു എന്തിന്, ഭൂമിയുടെ മുകളിലുള്ളതിനെ. സീനത്തല്ല ഹ എന്നല്ല, ഹ എന്ന് പറഞ്ഞാൽ അവിടെ ഭൂമിയാണ്. ഹ സ്ത്രീലിംഗത്തിനാണ് ഹ യൂസ് ചെയ്യുക, പുല്ലിംഗത്തിന് അതിന് പകരം ഹൂ ആണ് യൂസ് ചെയ്യുക. സ്ത്രീലിംഗം വരുന്ന സമയത്ത് പിന്നെ നമ്മൾ അറബിയിൽ എല്ലാ എല്ലാ ഇസ്മുകളും ഒന്നുകിൽ ഫെമിനിൻ ആയിരിക്കും അല്ലെങ്കിൽ മസ്കുലിൻ ആയിരിക്കും, ഒന്നുകിൽ സ്ത്രീലിംഗം ആയിരിക്കും അല്ലെങ്കിൽ പുല്ലിംഗം ആയിരിക്കും. അത് രണ്ടും അല്ലാത്തതില്ല. ജീവൻ ഉണ്ടോ ഇല്ലേ എന്നൊന്നുമല്ല. ഇപ്പോൾ ഭൂമിയെ എന്താ പറയുന്നത്, സ്ത്രീ ആയിട്ടാണ് ഭൂമിയെ പറയുന്നത്. ഭൂമി സ്ത്രീയാണ്, അതുകൊണ്ടാണ് ഹ വന്നത്, ലഹ. ഓക്കെ, അപ്പോൾ ലഹ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ മുകളിലുള്ള എല്ലാ വസ്തുക്കളും ഭൂമിക്കല്ല നമുക്കും ഭൂമിക്കും അലങ്കാരമാക്കിയിരിക്കുന്നു. ഭൂമിയുടെ മുകളിലുള്ളതെല്ലാം അള്ളാഹു അലങ്കാരമായിട്ടാണ് സൃഷ്ടിച്ചത്. അപ്പം ഇനി എന്തിനാണ് സൃഷ്ടിച്ചതെന്നാണ് പറയുന്നത്, ലിനബുലുവഹും, ലിനബുലുവഹും. ലീ എന്ന് പറഞ്ഞാൽ ക്ക് ന് വേണ്ടി, ക്ക് ന് വേണ്ടി. ഈ ലീയും ഒരുപാട് തവണ വിശുദ്ധ ഖുർആനിൽ ഒരുപാട് തവണ വന്ന ഒരു ഹർഫ് ജറാണ് എന്ത്, ലിയും. ലി ലിനബുലു ക്ക് ന് വേണ്ടി, ക്ക് ന് വേണ്ടി. ലിനബുലുവക്കും, നബുലുവ എന്ന് പറഞ്ഞാൽ നബുലുവ, ഇത് 3 സംഭവമാണ്. ലി നബുലുവ, നബുലുവ എന്ന് പറഞ്ഞാൽ നാം പരീക്ഷിക്കുവാൻ വേണ്ടി. ഇവിടെ ന എന്നുള്ളത് നാം. അപ്പം അള്ളാഹുവിനെ പറ്റി പറയുകയാണ് നബുലുവ. നബുലുവ എന്ന് പറഞ്ഞാൽ നാം പരീക്ഷിക്കാൻ വേണ്ടി. ആരെ, ഹും അവരെ, ഹും അവരെ. ലിനബുലുവഹും അവരെ പരീക്ഷിക്കാൻ വേണ്ടി. എന്താണ് പരീക്ഷണം, അയ്യുഹും അവരിൽ ആരാണ്. അയ്യു എന്ന് പറഞ്ഞാൽ ആര്, ഹും എന്ന് പറഞ്ഞാൽ അവർ. ഈ അയ്യു എന്ന് പറഞ്ഞത് 59 തവണ ഖുർആനിൽ 59 തവണ വന്നതാണ് അയ്യു, അയ്യു. ഓക്കെ, അയ്യു ഹും. ഹും ഒരുപാട് തവണ വന്നിട്ടുണ്ട്, നോക്കി എഴുതിയിട്ടില്ല, ഒരുപാട് സ്ഥലത്ത് വന്നിട്ടുണ്ട് ഹും. ഓക്കെ, ലിനബുലുവഹും 3 കാര്യമാണ്. ലി വേണ്ടി, നബുലുവ പരീക്ഷണം, പരീക്ഷിക്കുക, പരീക്ഷണത്തിന് വേണ്ടി. ഹും അവരെ, ലിനബുലുവഹും അവരെ പരീക്ഷിക്കാൻ വേണ്ടി. എന്താണ് പരീക്ഷണം, അയ്യുഹും അവരിൽ ആരാണ്, അഹ്സനു അമല. അഹ്സൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും അല്ലേ. ഹസനും അറിയാം, അമലും അറിയാം. അഹ്സൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ നല്ല ഇതിനാണ് അഹ്സൻ പറയുന്നത്. അഹ്സൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല. അമൽ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രവൃത്തി, കർമ്മം, അമല. അപ്പോൾ ഇതിൽ നമുക്ക് അറിയുന്ന വാക്കുകളാണ് കുറേ ഉള്ളത്, അറിയാത്തത് കുറച്ചേ ഉള്ളൂ. അപ്പോൾ അറിയാത്തതും കൂടി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എന്ത് മനസ്സിലാവും, നമുക്ക് ഈ ഒരാളുടെ മീനിങ് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അല്ലാഹു തആല പറയാണ് തീർച്ചയായും നാം ഭൂമിയുടെ മുകളിലുള്ളതെല്ലാം അതിനെ അലങ്കാരമാക്കുകയും. എന്തിനാണ് അലങ്കാരമാക്കിയത്, ലിനബുലുവഹും അയ്യുഹും അഹ്സനു അമല അവരിൽ ആരാണ് ഏറ്റവും നല്ല രീതിയിൽ കർമ്മം ചെയ്യുന്നതെന്ന് പരീക്ഷിക്കാൻ വേണ്ടി. ഏറ്റവും നല്ല രീതിയിൽ കർമ്മം ചെയ്യുന്ന ആളാരോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഭൂമിയിലുള്ള വസ്തുക്കളെല്ലാം സൃഷ്ടിച്ചിട്ട് എന്താ ചെയ്തത്, ഭൂമിയുടെ മുകളിലുള്ള എല്ലാ വസ്തുക്കളും ഭൂമിക്ക് അലങ്കാരമാക്കുകയും ചെയ്തു. ഇതിൻ്റെ അർത്ഥം മനസ്സിലാവാത്ത ആർക്കെങ്കിലും ഉണ്ടോ? സുമയ ടീച്ചറെ എനിക്ക് മനസ്സിലായോ? ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സംഭവമല്ലേ, ലീനബുലുവഹും അയ്യുഹും അഹ്സനു അമല, ഇത് ഒരു തവണയൊന്നല്ല, ഈ ഒരു കോമ്പിനേഷനിൽ തന്നെ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലേ. എന്താണ് ഇവിടെ എന്താണ് പറഞ്ഞത്, അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത് നമ്മളെ പരീക്ഷിക്കാനാണ്. ഭൂമി ഒരു പരീക്ഷണശാലയാണ് എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഭൂമി ഒരു പരീക്ഷണശാലയാണ്, അല്ലെങ്കിൽ ഭൂമിയും അതിൻ്റെ മുകളിലുള്ളതും
നമ്മളെയും അള്ളാഹു സൃഷ്ടിച്ചത് എന്തിനാണ്? പരീക്ഷണത്തിനാണ്. ആ ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഈ ഒരു സെറ്റിൽ പറഞ്ഞത്, ഈ ഒരു വാക്കിൽ അതാണ് അള്ളാഹു താല പറയുന്നത്. ഇത് നിങ്ങൾ വേറെ എവിടെയെങ്കിലും കേട്ടിക്കോ? സുമ ടീച്ചർ വേറെ എവിടെയെങ്കിലും കേട്ടിനോ ഈ ഒരു കോമ്പിനേഷൻ? നമ്മളെന്നും പാരായണം ചെയ്യുന്ന ഒരു സൂറല്ലേ? രാത്രി എന്നും പാരായണം ചെയ്യുന്നത് ഏതാ? ഏത് സൂറ പാരായണം ചെയ്താലാണ് നമുക്ക് പിന്നെ ഖബറിലെ ശിക്ഷ ഒഴിവാകുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഖബറിലെ ശിക്ഷ സൂറത്തുൽ മുൽക്ക് അതിലുണ്ടോന്നൊന്നും ആലോചിച്ച് നോക്കി. അതിൻ്റെ 2ാമത്തെ ആയാൽ എന്താ പറഞ്ഞത്? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും. ഇപ്പോൾ ഓർമ്മ വന്നില്ലേ? അങ്ങനെ നമ്മൾ പഠിക്കേണ്ടത്. അങ്ങനെ ഇനിയുണ്ട്, 20 സ്ഥലത്തോളം ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് ഇപ്പം നിങ്ങൾ എല്ലാവരും ഖുർആൻ ഓതുന്ന സമയത്ത് ഈ ഒരു കോമ്പിനേഷൻ എവിടെ കണ്ടാൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇതുണ്ട്, ഇതിങ്ങനെ തന്നെയാണ് വരിക. ഇതിങ്ങനെ വരും, ചെറിയ വ്യത്യാസം വരും. എന്താണെന്ന് വെച്ചാൽ സൂറത്തുൽ മുൽക്കിൽ വന്നത് ഇവിടെ നാ എന്നുള്ളിടത്തിൽ യാ എന്നാണ് വന്നത്. ലിയ ബലുവഹും. ഇവിടെ ഹും അല്ലേ വന്നത്? മുൽക്കിൽ കുമ്മാണ് വന്നത്. കും. ലിയ ബലുവക്കും. ഇവിടെ അയ്യുഹും എന്നുള്ളിടത്തിൽ അയ്യുക്കും. തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പറയുന്നത് രണ്ടിനും നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ടിനും വ്യത്യാസമല്ല. ആരെ സംബന്ധിച്ചിടത്തോളം വ്യത്യാസമല്ല. ഈ രണ്ടിലും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അള്ളാഹു തആല നമ്മളെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ്? പരീക്ഷണം നടത്താൻ വേണ്ടിയാണ്. അപ്പോൾ പരീക്ഷണം നടത്തുന്നത് അള്ളാഹുവാണ്, പരീക്ഷിക്കപ്പെടുന്നത് നമ്മളുമാണ്. ഓക്കെ. അപ്പോൾ ഇവിടെയുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഈ നബുലുവെന്ന് നാ എന്ന് പറഞ്ഞാൽ നാം എന്നാ അള്ളാഹു പറയുന്നത്. നാം. ഹും എന്ന് പറഞ്ഞാൽ അവരെ പരീക്ഷിക്കാൻ വേണ്ടി. ഈ കേസിൽ എന്താ പറയുന്നത്? നാം. നാ എന്ന സമയത്ത് നാം എന്നാ വരിക. നാം. ഇവിടെ നമ്മൾ കണ്ടില്ലേ നാം. അപ്പോൾ ഇവിടെ ഈ നായുടെ മീനിങ് എന്താണ്? നാം എന്നുള്ളതാണ്. നാം. ഹും അവരെ. നാം അവരെ പരീക്ഷിക്കാൻ വേണ്ടി. അയ്യുഹും എന്ന് പറഞ്ഞാൽ ഇവിടെ ഹും അല്ല പറഞ്ഞത്, അതുകൊണ്ടാണ് ഇവിടെ ഹും വരുന്നത്. അവരിൽ ആരാണ് നല്ല പ്രവൃത്തി ചെയ്യുന്നത് എന്ന്. ഇപ്പോൾ മുൽക്കിലും എടുത്ത് നോക്കുകയാണെങ്കിൽ ലിനബുലുവക്കും. ലിയബുലുവക്കും യാ ആണ് വരുന്നത് അല്ലേ? യാ എന്ന് പറഞ്ഞാൽ അവൻ പരീക്ഷിക്കാൻ വേണ്ടി. ഇവിടെ നാക്ക് നാ പറഞ്ഞാൽ നാം ആണ്. യാ പറഞ്ഞാൽ അവൻ എന്നാണ്. അപ്പം ഈ ഒരു ആയ മറ്റുള്ളവർ പറയുന്ന രീതിയിലാണ്. എന്ന് പറഞ്ഞാൽ ഹുവല്ലദീ അല്ലേ? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത. ഏതൊരുവനാണോ ജീവിതവും മരണവും സൃഷ്ടിച്ചത് എന്തിനു വേണ്ടി? ലിയബ്ലുവക്കും. നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി. അവൻ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി. അപ്പോൾ ആരാണ് പരീക്ഷിക്കുക? പരീക്ഷണം നടത്തുന്ന അതാരാണ്? അള്ളാഹു തആലയാണ്. കും. അവിടെ കും എന്നാണ് പറഞ്ഞത്. നിങ്ങളെ ഡയറക്റ്റാണ് പറഞ്ഞത്. ഇവിടെ എന്താ പറഞ്ഞത്? ഹും അവരെ. ഇത് രണ്ടും നമ്മൾ തന്നെയാണ്. ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന്മാരാണ് ഇതെല്ലാം. ഹുമ്മായാലും കുമ്മായാലും. ഓക്കെ. അതിൽ ഈ ഒരു കേസിലിട്ടോ ബാക്കിയുള്ള സ്ഥലത്ത് വരുന്നവരെ വ്യത്യാസം വരും, അർത്ഥം വ്യത്യാസമുണ്ട്. ഹും എന്ന് പറഞ്ഞാൽ അവർ, കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ. ഹും അവർ, കും നിങ്ങൾ. അപ്പോൾ ഈ ഒരു സെറ്റ് വാക്ക് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളെ പരീക്ഷിക്കുക. അള്ളാഹു തആല നമ്മളെ പരീക്ഷിക്കുക. എന്താണ് പരീക്ഷണം? അഹ്സനു അമല. ആരാണ് നല്ല പ്രവൃത്തി ചെയ്യുന്നത് എന്നാണ് അള്ളാഹു തആല പരീക്ഷിക്കുന്നത്. ഇനി മറന്നു വരില്ല, മുൽക്ക് ഓതുന്ന സമയത്ത് ഓർമ്മ വരില്ല എല്ലാവർക്കും? നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൽ മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജ് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് നമ്മൾ പാരായണം ചെയ്യുന്നത്. ഒക്കെ. അപ്പോൾ മാക്സിമം പാരായണം ചെയ്യുന്ന സമയത്ത് നമ്മൾ തഫ്സീർ വെച്ച് പാരായണം ചെയ്താൽ ഫസ്റ്റൊക്കെ നമുക്ക് മുന്നോട്ട് നീങ്ങാൻ ലേശം പ്രയാസം ഉണ്ടാവും. പെട്ടെന്ന് അങ്ങോട്ട് നീങ്ങിപ്പോകില്ല. പക്ഷേ നമ്മുടെ മൈൻഡ് അതിൻ്റെ ഉള്ളിലുണ്ടാവും. മൈൻഡ് അങ്ങോട്ട് പോകില്ല. നമ്മൾ അർത്ഥം അറിഞ്ഞ് പാരായണം ചെയ്യുന്ന സമയത്ത് നമ്മളത് എൻജോയ് ചെയ്ത് നമുക്ക് പാരായണം ചെയ്യാൻ പറ്റും. മൈൻഡ് വേറെ എങ്ങും പോകില്ല. ഓക്കെ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഈ ആയാലും ഇനി മീനിങ് അറിയാത്തൊന്നുമില്ലല്ലോ. ഇതിൻ്റെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നോട്ടിൽ എഴുതി വെക്കുക.
എന്നുള്ളതിൻ്റെ അർത്ഥം ജഅല. ജഅല എന്നുള്ളത് ഇവിടെ ജഅല ആക്കി. നാ വരുന്നതിനാണ് നാം എന്നുള്ളത്. നാ ഇവിടെ കണ്ടാൽ നാം. ഓക്കെ. മാ അല. ഈ അലയെ ഒരുപാട് സ്ഥലത്തുണ്ട്. എത്ര സ്ഥലത്താണെന്ന് ഞാൻ എഴുതി വെച്ചില്ല. അല അലൽ അർദി. അർദിനെ എല്ലാവർക്കും അറിയാം. സീനത്തൻ ലഹ ലിനബുലുവഹും അയ്യുഹും അഹ്സനു അമല. അപ്പോൾ എന്താണ് അഹ്സന അമല എന്നുള്ളത് നമുക്ക് തഫ്സീർ നോക്കുമ്പോൾ സമയത്ത് നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. നമ്മൾ തഫ്സീർ ഇങ്ങനെ കുറേ കേട്ട് അത് എല്ലാ ദിവസവും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക അല്ലേ. തഫ്സീറും ക്ലാസ്സുകളും നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. ദിവസവും അല്ലേ മിഷ്കാത്ത് ദിവസവും ക്ലാസ് ഉണ്ടാകും 2:30. നമ്മളതൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്ക് ഓർമ്മ ഉണ്ടാകും. ക്ലാസ് കഴിഞ്ഞാൽ നമ്മളോട് മറന്നും പോവും. അങ്ങനല്ലേ ഉണ്ടാകൽ? അങ്ങനല്ല. നമ്മൾ എന്തെങ്കിലും ഒന്ന് ഓരോ ദിവസവും 2-3 വാക്കുകൾ എന്നെങ്കിലും പഠിച്ചു വെക്കുക. അതിനത്ര ബുദ്ധിമുട്ടില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, പിറ്റേന്ന് 3 അല്ലെങ്കിൽ ഒരു 3-4 വാക്ക്. അപ്പോൾ ആദ്യം പഠിച്ചത് പിന്നെയും വീണ്ടും നോക്കുക. അത് ഖുർആനിൽ എവിടെ വരുന്ന സമയത്ത് നോക്കുക. അങ്ങനെയാണ് സമയത്ത് എന്തുണ്ടാവുക, നമുക്കൊരു മാറ്റം ഉണ്ടാവുള്ളൂ. ഓക്കെ. നെക്സ്റ്റ് ആയ 8ാമത്തെ ആയയിൽ വ ഇന്ന. ഈ ഇന്ന നമ്മൾ നേരത്തെ പഠിച്ചതിനുകൊണ്ട് ഇവിടെ നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. വാവ് ആൻഡ് എന്നുള്ള വാവായത്. ആൻഡ് വാവ് ഒട്ടുമിക്ക വാവിന് വേറെ മീനിങ് ഉണ്ട്. വാവ് ഈ പറഞ്ഞ മാതിരി ഒരുപാട് സ്ഥലത്ത് വരുന്നൊരു ഹർഫാണ്. ഇതിന് വ്യത്യസ്ത അർത്ഥങ്ങളുണ്ട്. ഇവിടെ ഇതിൻ്റെ അർത്ഥം ആൻഡ് എന്നാണ്. ആൻഡ് വാവ് ആൻഡ് വ ഇന്ന തീർച്ചയായും നാം. രണ്ടാമത്തെ ഒരു പ്രവൃത്തിയാണ് ഈ പറയുന്നത്. ഒരു പ്രവൃത്തി നേരത്തെ കഴിഞ്ഞല്ലോ. ആ പ്രവൃത്തി ഏതായിരുന്നു? ഭൂമിയുടെ മുകളിലുള്ള വസ്തുക്കളെല്ലാം അലങ്കാരം ഉണ്ടാക്കി. എന്തിന്? ആളുകളെ പരീക്ഷിക്കാൻ വേണ്ടി. എന്നിട്ട് രണ്ടാമത് പറയുകയാണ് വ ഇന്ന തീർച്ചയായും നാം ലജാഇലൂഹുന. ഈ ജാലൻ്റെ ഒരു കാര്യമാണ് ഇവിടെ. ജാഇലൂന വേറെയാണ്. ജാഇലു ജഅലൻ്റെ പ്ലൂരനാണ്, ബഹുവചനാണ് ജാഇലു. ജഅല ജാഇലു ജാഇലൂന ഇത് മൊത്തം ഒന്നാട്ടോ. ജാഇലൂന വേറെയും ജാഇലൂന. ലജാഇലൂന നാം ആക്കുന്നവരാണ്. ഇത് സാധാരണ സിംഗുലറാണ്, ഒരാളല്ലേ ഇത്. അപ്പോൾ അല്ലാഹു തആലയെ പറ്റി പറയുന്ന സമയത്താണ് പ്ലൂറലായിട്ട് വരുന്നത്. ജാഇലൂന നാം ആക്കുന്നവരാണ്. ഈ തീർച്ചയായും എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പിന് വേണ്ടി അല്ലേ, അതിനാണ് ഈ ചേർത്തത്. എന്ന് പറഞ്ഞാൽ തീർച്ചയായും ജാഇലൂന നാം ആക്കുന്നതാണ്, ആക്കുന്നവരാണ്. എന്തിന്? മാ അലൈഹ അതിൻ്റെ മുകളിലുള്ളത്. അതിൻ്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ ഭൂമിയില്ലേ, ഭൂമിയുടെ മുകളിലുള്ളതിന്. അല ഇവിടെയും വന്ന് അല മുകളിൽ. ഓക്കെ. ഇവിടെ നമുക്ക് മനസ്സിലാകാത്ത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ കൂട്ടിയിട്ടതാ. ഹായുടെ കൂടെ കൂട്ടി അല പ്ലസ് ഹ ആണ് അലൈഹ. അല പ്ലസ് ഹ അലൈഹ. അലഹ പറയൂല, അലൈഹ. അല പ്ലസ് ഹ. ഓക്കെ. അപ്പോൾ ഇത് രണ്ട് നമുക്കറിയുന്ന വാക്കാണ്. അലയും നമുക്കറിയാം, ഹായും നമുക്കറിയാം. അല മുകളിൽ, ഹ സ്ത്രീലിംഗത്തിന് അത് അല്ലെങ്കിൽ അവൾ. അത് അല്ലെങ്കിൽ അവളാണ് ഹ. ഹയുടെ മീനിങ് ഒന്നുകിൽ അത് അല്ലെങ്കിൽ അവൾ. ജീവനുള്ളതാണെങ്കിൽ അവൾ, ജീവനില്ലാത്തതാണെങ്കിൽ അത്. സ്ത്രീലിംഗാണെങ്കിലാണ് എന്ത് ചെയ്യുക, ഹ വരിക. അല മുകളിൽ, അലൈഹ. അല പ്ലസ് ഹ അലൈഹ. അതിൻ്റെ മുകളിലുള്ളതിന്. സ്വഈദൻ എന്ന് പറഞ്ഞാൽ മണ്ണ്. എങ്ങനെയുള്ള മണ്ണ്? ജുറുസ തരിശ് ഭൂമി. എന്ന് പറഞ്ഞാൽ വൃക്ഷങ്ങളൊന്നുമില്ലാത്ത, വൃക്ഷങ്ങളോ സസ്യങ്ങളോ പിന്നെ വെള്ളമോ യാതൊന്നുമില്ലാത്ത പാഴ്ഭൂമി, ഒരു സമതലപ്പായൊരു ഭൂമി. അതിനെ ഈ പിന്നെ ഭൂമിയെ അങ്ങനെ ആക്കി മാറ്റുന്ന പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഭൂമിയെ നേരത്തെ എന്തായിരുന്നു? സീനത്തുള്ളതായിരുന്നു ഭൂമിക്ക് നേരത്തെ സീനത്തുണ്ടായിരുന്നു. ആ സീനത്തെല്ലാം എടുത്ത് കളയും. ഉയർച്ചയും താഴ്ചയും ഒന്നും പിന്നെ ഉണ്ടാവില്ല. മൊത്തം ഒരു മൈതാനി, ഭൂമി മുഴുവനും ഒരു മൈതാനി. കടലോ പർവ്വതങ്ങളോ വൃക്ഷങ്ങളോ കാടോ ഒരു സാധനമില്ലാത്ത
തരിശ് ഭൂമിക്കാണ് എന്ത് പറയുന്നത് സ്വൈദൻ ജുർസ. ഇത് ഖിയാമത്ത് അനുബന്ധിച്ചുള്ള ഒരു സംഭവമാണ്. ഭൂമിയെ മാറ്റിമറിച്ചിട്ട് ഖിയാമത്ത് നാളിന് വേണ്ടി ഭൂമിയെ സജ്ജമാക്കുന്ന ഒരു അവസ്ഥയാണിത്. അപ്പോൾ ഇവിടെയും നമുക്ക് മീനിങ് നോക്കുന്ന സമയത്ത് ഇന്നയുടെ മീനിങ് നമുക്കറിയാം, ജാലയുടെ മീനിങ് നമുക്കറിയാം അല്ലേ, ജാലയുടെ മീനിങ് അറിയാം, അലയുടെ അറിയാം, ഹായ അറിയാം. പിന്നെ നമുക്കുള്ളത് സ്വൈദൻ ജുർസ. ഈ രണ്ട് വാക്ക് വേറെ പഠിക്കേണ്ടതായിട്ടുള്ള രണ്ട് വാക്കാണ്, സ്വൈദൻ ജുർസ. അപ്പോൾ എല്ലാ വാക്കുകളൊന്നും പഠിച്ചില്ലെങ്കിലും കുറച്ച് റിപ്പീറ്റ് ചെയ്ത് വരുന്ന കുറച്ച് വാക്കുകളെങ്കിലും നമ്മൾ പഠിക്കുക. സ്വൈദൻ ജുർസ. ഓക്കെ. ഇനി അടുത്തായ അം എന്ന് പറഞ്ഞാൽ രണ്ട് ഓപ്ഷൻ വരുന്ന സമയത്ത് യൂസ് ചെയ്യുന്നൊരു വേർഡായത് എന്നുള്ളത്. ഇവിടെ ഒരു പക്ഷേ അല്ല, ഒരു പക്ഷേ ഹസിബ്ത, ഹസിബ്ത എന്ന് പറഞ്ഞാൽ ഹസിബ് ത, രണ്ട് വാക്കാണിത്. ഹസിബ വിചാരിക്കുക, താ നീ, ലാസ്റ്റ് വരുന്ന താണ് നീ എന്നുള്ളത്. ഹസിബ്ത അന്ന, തീർച്ചയായും. അന്നയുടെ മീനിങ് തീർച്ചയായും. അന്ന അസ്ഹാബൽ കഹ്ഫി. അസ്ഹാബൽ കഹ്ഫ് എന്ന് പറഞ്ഞാൽ കഹ്ഫിൻ്റെ ആളുകൾ. നമ്മളിപ്പോൾ സൂറ കഹ്ഫാണല്ലോ പഠിക്കുന്നത്. അതിലെ ഫസ്റ്റ് കഥകൾ അല്ലെങ്കിൽ സംഭവ ചരിത്രമാണ് എന്ത് അസ്ഹാബുൽ കഹ്ഫിൻ്റെത്. അപ്പോൾ അന്ന അസ്ഹാബൽ കഹ്ഫി റഖീമിൻ്റെ ആൾ. എന്താണ് നമ്മൾ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് പറയാം. അവർ റഖീമി കാനു, അവരായിരുന്നു. മിൻ ആയാത്തിന, മിൻ ഇൽ നിന്ന്. മിന്ന് ഇതേപോലെ തന്നെയാണ് ഒരുപാട് തവണ 3026 തവണ ഖുർആനിൽ പറഞ്ഞതാണ് മിൻ ഇൽ നിന്ന്. മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്, ഏതിൽ നിന്നാണോ അതിൽ നിന്ന്, അതിനാണ് മിൻ പറയുക. മിൻ ഇൽ നിന്ന്. തന്നെയുമല്ല ഈ അലയുടെ പോലെ തന്നെ മിന്ന് ഹർഫ് ജറാണ്. മിന്ന് തൊട്ടടുത്ത് വരുന്ന ഇസ്മിനെ കെസ്ര കൊടുക്കുന്ന ഒരു ഹർഫാണ് മിൻ ആയാത്തി പറയാൻ കാരണം അതാണ്. ഇത് 3 കാര്യമാണ്. മിൻ ഒന്ന്, ആയാത്തി, നാ എന്നുള്ള മീനിങ് നമുക്കറിയാലോ. എന്തായാലും പഠിച്ചിട്ട് നാമിൻ്റെ മീനിങ് നാ, റസിൻ ടീച്ചറെ, നാം, ഇനി മറന്നു വരുതേ, നാം. ഇന്ന, നിശ്ചയമായും നാം. ഇന്ന നിശ്ചയമായും ഈ നാ എന്ന് പറഞ്ഞാൽ നാമാണ്. നെഹ്നുവിനെ ഒന്നിൻ്റെ കൂടെ വരുമ്പോഴാണ് ആ നാ വരുന്നത്. ഓക്കെ. അപ്പോൾ ഈ നാ അവിടെ കണ്ടാൽ നാം. അള്ളാഹുവിനെ പറ്റി പറയുമ്പോൾ നമുക്ക് നാം എന്ന് പറയാൻ പറ്റൂല. നമ്മളെന്താ പറയുക? അനാ പറയുക. നമ്മൾ അനയാ പറയുക, നെഹ്നു പറയൂലല്ലോ. ഓക്കെ. മിൻ ആയാത്ത്. ഈ ഒരു 2-3 സൂറ പഠിച്ചപ്പോൾ തന്നെ നമ്മൾ കുറേ തവണ കണ്ട് അല്ലേ. കഴിഞ്ഞ സൂറയിലും കഴിഞ്ഞ ആയാലും അതിൻ്റെ മുന്നിൽ തായാലൊക്കെ ഉണ്ട്. ഇന്നയുടെ കൂടെ ഉണ്ട്. അപ്പോൾ ആയാത്തിന, മിൻ ആയാത്തിന. ആയത്ത് എന്ന് പറഞ്ഞാൽ ദൃഷ്ടാന്തങ്ങൾ, നമ്മുടെ. അപ്പോൾ അള്ളാഹു താല പറയാണ് മിൻ ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ. അജബ് എല്ലാവർക്കും അറിയാം അല്ലേ. അജബ് എന്ന് പറഞ്ഞാൽ ആശ്ചര്യം. എല്ലാവരും പറയുന്നതല്ല അജബ, ആശ്ചര്യം. അപ്പോൾ ഇതിൽ എന്താ പറയുന്നത് വെച്ചാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ചോദിക്കുകയാണ്, നീ റസൂൽ വിചാരിക്കുന്നുണ്ടോ അസ്ഹാബുൽ കഹ്ഫിൻ്റെ കഥ, അസ്ഹാബുൽ കഹ്ഫിൻ്റെ കാര്യം, പിന്നെ റഖീം, ഇത് രണ്ടും ഏറ്റവും അത്ഭുതമുള്ള അല്ലെങ്കിൽ ഏറ്റവും വലിയ ആശ്ചര്യമാണെന്ന് നീ കരുതുന്നുണ്ടോ എന്ന്. നമ്മുടെ ആയാത്തുകളിൽ, അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ ഏറ്റവും മുന്തിയ അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ഏറ്റവും ആശ്ചര്യമുള്ളൊരു ആയത്താണെന്ന് കരുതുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അല്ല എന്നുള്ള ഒരു രീതിയിലുള്ള കാര്യമാണ് അവിടെ പറയുന്നത്. നമുക്ക് തഫ്സീർ പറയാൻ പറയാം ഇൻഷാ അല്ലാഹ്.
മീനിങ് എല്ലാവർക്കും മനസ്സിലായിരിക്കും അല്ലേ? ഈ ഒരു ആയയിൽ അള്ളാഹു പറയുന്നത് രണ്ട് കാര്യം. ഒന്ന് അസ്ഹാബുൽ കൈഫ്, അതിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ് വറഖീമി. അസ്ഹാബുൽ കൈഫും വറഖീമിൻ്റെയും സംഭവം, ഒരു ചരിത്ര സംഭവം ഉണ്ടല്ലോ, നമ്മൾ പഠിക്കാൻ പോകുന്ന സംഭവം. ആ സംഭവം ഏറ്റവും ആശ്ചര്യമുള്ളതാണെന്ന് നീ കരുതുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ തിരിച്ച് ഒന്നാമത്തേൽ വരിക. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. അപ്പോൾ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും അലങ്കാരമാണ്, ഭൂമിക്ക് അലങ്കാരമാണ് അല്ലേ? അപ്പോൾ ഭൂമിയിലുള്ള വസ്തുക്കൾ എന്ന് പറയുമ്പോൾ എന്തെല്ലാം ഉണ്ട്? ജീവികൾ, ഭൂമിയിലുള്ള പലതരം ജീവികൾ. നമ്മളുണ്ട് അല്ലേ? നമ്മളുണ്ട്, മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്, അങ്ങനെ പല ജീവികളുണ്ട്. നമുക്കറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് ജീവികളുണ്ട് ഭൂമിയിൽ. അത് പിന്നെ സസ്യങ്ങൾ അല്ലേ, പൂന്തോട്ടങ്ങൾ, പൂവുകൾ, പിന്നെ അതേപോലെ തന്നെ നദികൾ, കടൽ, കാട് എന്ന് വേണ്ട ഭൂമിയിലുള്ള എല്ലാം എന്ത് തന്നെയാണ്? ഭൂമിക്ക് അലങ്കാരമാണ് അല്ലേ? ഭൂമിക്ക് അലങ്കാരമാണ്. അപ്പോൾ ഈ ഭൂമിക്ക് അലങ്കാര വസ്തുക്കൾ ഭൂമിയുടേത് മൊത്തം അങ്ങനെയാണ് പറയുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അലങ്കാരമുണ്ട്. എന്തൊക്കെ നമുക്ക് അലങ്കാര വസ്തുക്കളായിട്ട് അള്ളാഹു തന്നത് എന്തൊക്കെയാണ്? ഇന്ന് നമുക്ക് സന്താനങ്ങളുണ്ട് അല്ലേ? സമ്പത്ത്, മക്കൾ, വീട്, വാഹനം, ഇതെല്ലാം എന്താണ്? അള്ളാഹുവിൻ്റെ സീനത്താണ്. ഓക്കെ, അപ്പോൾ ഈ സീനത്തുകളൊക്കെ അള്ളാഹു നമുക്ക് തന്ന എന്തിനാണെന്ന് പറയുന്നത്? ഇതാണ് കാര്യം. എന്തിനാന്നത്? ലിനബ്ലുവഹും, നമ്മളെ പരീക്ഷിക്കാനാണ് തന്നത്. അപ്പോൾ നമ്മൾ പരീക്ഷിക്കുന്ന സമയത്ത് ഈ സീനത്ത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നാണ് അല്ലാഹു തആല നോക്കുന്നത്. അപ്പോൾ ഈ സീനത്തെല്ലാം നമ്മൾ ഇതിനകത്ത് ആണ്ട് പൂണ്ട് നിന്ന് അതൊക്കെ എൻജോയ് ചെയ്ത് അള്ളാഹുവിനെ പറ്റി ചിന്തിക്കാതെയും അള്ളാഹുവിനെ പറ്റി ഓർക്കാതെയും നന്ദി കാണിക്കാതെയും നമ്മൾ ഇതിൽ ഇൻവോൾവ് ചെയ്ത് നിൽക്കുന്നുണ്ടോ? അതല്ലെങ്കിൽ ഇതിനെപ്പറ്റി നമുക്ക് ഈ കിട്ടുന്ന അലങ്കാരങ്ങളെല്ലാം ആ ഒരു കാര്യം നമ്മൾ അള്ളാഹുവിലേക്ക് എത്തിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അള്ളാഹുവിനെ പറ്റി ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളത് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ അള്ളാഹു താല നമ്മളെ ഹൈറോണ്ടും ഷെറോണ്ടും പരീക്ഷിക്കും. ഇവിടെ പറയുന്ന ഹൈറിൻ്റെ പരീക്ഷണമാണ്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നമുക്ക് തന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? പരീക്ഷിക്കുകയാണ്. എന്തിനാണ് പരീക്ഷിക്കുന്നത്? നമ്മളത് പിന്നെ അള്ളാഹുവിനോട് നന്ദി കാണിക്കാനാണോ നമ്മളിത് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നന്ദികേട് കാണിക്കാനാണോ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് പരീക്ഷണം. അപ്പോൾ നന്ദി കാണിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ എന്ത് കിട്ടുകയും ചെയ്യും? ശിക്ഷ കിട്ടും. പിന്നെ നന്ദികേടാണെങ്കിൽ നന്ദി കാണിച്ചാൽ നമുക്ക് സ്വർഗം തരും അല്ലേ? കൂടുതൽ വർദ്ധിപ്പിച്ച് തരും, സ്വർഗം തരും. നന്ദികേട് കാണിക്കുകയാണെങ്കിൽ എന്ത് തരും? നമ്മളെ ശിക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളെ രക്ഷപ്പെടുത്തണോ, നമുക്ക് സ്വർഗം തരണോ, നമുക്ക് നരകം തരണോ എന്നുള്ള പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഭൂമിയിലുള്ള വസ്തുക്കളെല്ലാം അള്ളാഹു സൃഷ്ടിച്ചത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതിൽ നിന്നുള്ള പാഠം എന്താണ്? അതുപോലെ തന്നെ ഇത് രണ്ടും ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലിനബ്ലുവഹും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ഈ പരീക്ഷണത്തിൽ നമ്മൾ വിജയിക്കണം അല്ലേ? നമ്മൾ പരീക്ഷണത്തിൽ വിജയിക്കണം. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ അനുസരിച്ച് നമ്മൾ ജീവിക്കണം. എന്നാലേ നമുക്ക് പരീക്ഷണത്തിൽ വിജയിക്കാൻ പറ്റുള്ളൂ. പിന്നെ അടുത്തത് നമ്മളെ പ്രവൃത്തികൾ. നമ്മൾ ഏത് പ്രവൃത്തി ചെയ്താലും അള്ളാഹുവിൻ്റെ പ്രതിഫലം കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ വിജയികളാവണമെങ്കിൽ അതെന്ത് പ്രവൃത്തിയായിരിക്കണം? അഹ്സനു അമല, അഹ്സനായിട്ടുള്ള പ്രവൃത്തിയായിരിക്കണം. ഈ അഹ്സനു അമല എന്നുള്ളതിൻ്റെ തഫ്സീർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അള്ളാഹു നമ്മളെ കാണുന്നുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുക. അള്ളാഹു താല നമ്മളെ നോക്കി നിൽക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുക. കാണുന്നുണ്ടല്ലോ, നമ്മളെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളെ രണ്ട് സൈഡിൽ ആൾക്കാർ നിന്ന് എഴുതുന്നുണ്ട് അല്ലേ? നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും എഴുതുന്നുണ്ട്. അപ്പോൾ നമ്മളെ മനസ്സ് ആർക്കറിയുകയും ചെയ്യാം? മനസ്സിലേക്ക് അള്ളാഹു താല നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കാണുന്നുണ്ട് എന്ന് നമ്മൾ അങ്ങോട്ട് കണ്ടില്ലെങ്കിൽ അള്ളാഹു താല നമ്മളെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ പ്രവൃത്തികളൊക്കെ അഹ്സനാണെങ്കിൽ ആ ഒരു ചിന്തയിൽ നമ്മൾ പ്രവർത്തിക്കണം.
രണ്ടാമത് നമ്മൾ പ്രവർത്തിക്കുന്ന പ്രവൃത്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനനുസരിച്ചായിരിക്കണം. അത് റസൂൽ പ്രവർത്തിച്ച രീതിയിലേ നമുക്ക് പ്രവർത്തിക്കാൻ പാടുള്ളൂ. അതേപോലെ തന്നെ ഈ പ്രവൃത്തിയുടെ പ്രതിഫലം ആരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും വേണം? അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിക്കുകയും വേണം. ആ രീതിക്കാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അപ്പോഴാണ് എന്താവുന്നത്? അഹ്സനാവുന്നുള്ളൂ. അമലുകൾ അഹ്സനാവുന്നത് ആ ഒരു സമയത്താണ്. അപ്പോൾ അഹ്സനായിട്ടുള്ള അമൽ പ്രവർത്തിച്ചാലേ എന്ത് ചെയ്യുള്ളൂ? വിജയിക്കുള്ളൂ. അപ്പോൾ പ്രവൃത്തികൾ എന്തായാലും എല്ലാവരും എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കും ഭൂമിയിൽ അല്ലേ? ആ പ്രവൃത്തികൾ അഹ്സനാണോ അല്ലേ എന്നുള്ളതാണ് അല്ലാഹു തആല പരീക്ഷിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് നമുക്ക് പല ബുദ്ധിമുട്ടുകളില്ലേ, ചിലപ്പോൾ നമുക്ക് എന്തുണ്ടാവാം, പിന്നെ എന്തെങ്കിലും നഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ ആ സമയത്ത് നമ്മളെങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? ഇനി അല്ലാതെ നല്ല പിന്നെ കൂടുതൽ ഹൈറുള്ള സമയത്ത് നമ്മളെങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളതെല്ലാം അല്ലാഹു തആല നോക്കും. എല്ലാം പരീക്ഷണമാണ്. നമ്മളെ ഭൂമിയിൽ നമുക്ക് ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളും നമുക്കുള്ള പരീക്ഷണമാണ്. അപ്പോൾ ഈ ഒരു നമ്മൾ പിന്നെ ഇൻട്രൊഡക്ഷൻ്റെ ഭാഗത്ത് പറഞ്ഞില്ല 1 to 8 അല്ലേ, 1 മുതൽ 8 വരെ ആയ സൂറത്തുൽ കഹ്ഫിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണെന്നാണ് പറഞ്ഞത് ഇല്ലേ? അങ്ങനെയായിരുന്നില്ല നമ്മളിത് പറഞ്ഞത്. അതിൻ്റെ ഏറ്റവും അവസാന ഭാഗമാണിത്. ഇൻട്രൊഡക്ഷൻ പാർട്ടിൻ്റെ ഏറ്റവും അവസാന ഭാഗമാണ് 1 മുതൽ 8 വരെ, 7ാമത്തെ ആയ അത്. അപ്പോൾ ഈ 9ാമത്തെ ആയ മുതൽ 4 കഥകളാണ് പറയുന്നത്. 4 സംഭവ കഥകളാണ് 9ാമത്തെ ആയ മുതൽ പറയുന്നത്. 9 to. ഇതിൽ ഒന്നാമത്തെ കഥ അസ്ഹാബുൽ കഹ്ഫിൻ്റെ കഥയാണ്. 2 തോട്ടക്കാരുടെ കഥയാണ്. 3 മൂസാ നബിയുടെ കഥയാണ് അല്ലേ? 3 മൂസാ നബിയാണ്. 4 ദുൽഖർനൈനി. ഈ 4ഉം ഭൂമിയിലെ പരീക്ഷണത്തിൻ്റെ കഥയാണ്. ഈ 4 കഥകളിലും എന്ന് പറഞ്ഞാൽ ഈ ഒരു ആയയും ഈ ആയയുടെ തഫ്സീറാണ് ആ പറഞ്ഞതൊക്കെ. ഈ ആയയുടെ തഫ്സീറാണ് വരുന്നത് അല്ലേ? പിന്നെ 9 മുതലുള്ള എല്ലാ ലാസ്റ്റ് വരെ ഉള്ളത്. ലാസ്റ്റ് ആയ അതിൽ എന്ത് പറയുന്നുണ്ട്? പിന്നെ ഖിയാമത്ത് നാളിനെ പറ്റി പറയുന്നുണ്ട്. അത് നമ്മൾ 8ാമത്തെ ആയലാണ്. 8ാമത്തെ ആയലാണ് ഖിയാമത്ത് നാളിനെ പറ്റി പറയുന്നത്. ഓക്കെ. ഈ 7ാമത്തെ ആയയുടെ തഫ്സീറാണ് എന്ത്? ബാക്കിയുള്ള ഈ 4 കഥകളും. 4 കഥകൾ കഴിഞ്ഞിട്ടാണ് പിന്നെയാണ് എന്ത് വരുന്നത്? ഖിയാമത്ത് നാളിനെ പറ്റി പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇത് ഒന്നാമത്തെ കഥ ഇതെങ്ങനെയാണ് പരീക്ഷണം എന്ന് വെച്ചാൽ, ഒന്നാമത്തെ കഥ അസ്ഹാബുൽ കഹ്ഫിൻ്റെ കഥയാണല്ലോ. അപ്പോൾ അസ്ഹാബുൽ കഹ്ഫിന് എങ്ങനെ? അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറഞ്ഞാൽ ആരാണ്? പിന്നെ ഒരു കൂട്ടം യുവാക്കളാണല്ലേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഈ ഇസ്ലാമിൻ്റെ ഒക്കെ കുറേ മുന്നേ ഉള്ള സംഭവമാണ്. അപ്പോൾ കഹ്ഫിൻ്റെ കഥകൾ ഞാൻ ഇല്ലേ, അസ്ഹാബുൽ കഹ്ഫിൻ്റെ കഥ ഞാൻ ക്ലാസ് റൂമിൽ ഇട്ടിരുന്നു. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും വിചാരിക്കുക. ഞാൻ ഒരു തവണ കൂടി ഇടാം. കാരണം എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് വീക്കിൽ നമുക്ക് ഈ കഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇന്ന് നമ്മൾ അതിൻ്റെ ഫസ്റ്റ് ആയ നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മൾ കഥ ഞാൻ ക്ലാസ് പറയൂല, കഥ പറയാൻ സമയം ഉണ്ടാവില്ല. കഥ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാനത് ഫോട്ടോ എടുത്തിട്ട് ക്ലാസ്സിലിടും, നിങ്ങൾ വായിച്ച് നല്ലവണ്ണം വായിക്കുക. അപ്പോൾ ഈ കഥയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് മുഴുവനായിട്ടും ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് പറയാൻ പറ്റില്ല. ഖുർആനുമായിട്ട് സാമ്യപ്പെടുന്നത് മാത്രമേ ഉള്ളതാണെന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് ഈ ഒരു സൂറ മനസ്സിലാക്കാൻ വേണ്ടി നമ്മളാ ഒരു കഥ വായിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ അസ്ഹാബുൽ കഹ്ഫിൽ എന്താണെന്ന് വെച്ചാൽ, പിന്നെ രാജാവും ബാക്കിയുള്ള ആൾക്കാരൊക്കെ എന്താണ്, ക്രിസ്ത്യാനികളാണ്. വഴിപിഴച്ചിട്ട് വിഗ്രഹാരാധനയിൽ പെട്ടത് ആൾക്കാരാണ്. അപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ, യുവാക്കൾ അവിടെ ഈമാനുള്ള ആൾക്കാരുണ്ടായിരുന്നു. അള്ളാഹുവിനെ പേടിയും അള്ളാഹുവിൽ വിശ്വാസമുള്ള ഒരു കൂട്ടം യുവാക്കളുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവർക്ക് അവരുടെ ഈമാനും കൊണ്ട് അവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് അവരെന്ത് ചെയ്തു? ആ കഹ്ഫിൽ അഭയം തേടിയതാണ് അല്ലേ. ഒന്നുകിൽ രാജാവ് അയാളെ മതത്തിലേക്ക് കൂട്ടും, അല്ലെങ്കിൽ അയാൾ കൊല്ലും. 2 ഓപ്ഷനാണ് അവർക്കുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആണ് അവരെന്ത് ചെയ്തത്? പിന്നെ കഹ്ഫിലേക്ക് അഭയം തേടിയത്. അപ്പോൾ ഇവിടെ ഈ ഒരു പരീക്ഷ, ഇത് ഈമാൻ്റെ പരീക്ഷണമാണ്. അസ്ഹാബുൽ കഹ്ഫിൽ ഈമാൻ്റെ പരീക്ഷണമാണ്. അപ്പോൾ ഈമാൻ്റെ പരീക്ഷണത്തിൽ അവർ വിജയിച്ചു അല്ലേ. കാരണം എന്താണ്? അവർ പിന്നെ രാജാവും
ഒട്ടുമിക്ക ആൾക്കാർ എല്ലാവരും തന്നെ എന്താണ് രാജാവിൻ്റെ കൂടെ വിഗ്രഹാരാധനയിൽ ചെയ്യുന്ന ആൾക്കാരായി. രാജാവിനെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ വിശ്വസിച്ചിട്ടോ ഏത് രീതിയിലായാലും അവരാ രാജാവിനെ പിന്തുടർന്ന്. പക്ഷേ ഈ ഒരു ചെറിയ കുറച്ച് ആൾക്കാർ മാത്രം എന്ത് ചെയ്തില്ല, അതിനെ പിന്തുടർന്നില്ല. അപ്പോൾ അവർ കഹ്ഫിൽ ഗുഹയിൽ അഭയം തേടിയ സമയത്ത് അള്ളാഹു താല അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് അല്ലേ. 1-2 വർഷമല്ല, അത്രയാണ് 300 അല്ലേ, 300 വർഷം. സൗരവർഷ കണക്കിനനുസരിച്ച് ചന്ദ്രവർഷമാണെങ്കിൽ 309 വർഷം. ചില്ലറ കാലമൊന്നുമല്ലേ, അത്രയും കാലം അവരെന്ത് ചെയ്തു, പ്രൊട്ടക്റ്റ് ചെയ്തു ഗുഹേൻ്റെ ഉള്ളിൽ ഉറക്കി കിടത്തി. അത്ര കാലം ഉറക്കി കിടത്തി. ഓക്കെ. എന്നിട്ട് പിന്നെയോ അവർ ഉണർന്ന് വന്ന് കഴിഞ്ഞതിന് ശേഷം അല്ലേ, അവർ ഉണർന്ന് എണീച്ച് വരുന്ന സമയത്ത് അവിടെ ഈമാനുള്ള ആൾക്കാരാണ്, മുഅ്മിനീങ്ങളാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഇവരുടെ ഈ കഥ ഉണ്ടല്ലോ, ഈ കഥ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പ്രതിപാദിച്ച്. അപ്പോൾ അതുവഴി അല്ലേ ലോകാവസാനം വരെ വിശുദ്ധ ഖുർആനുള്ള കാലത്ത് അത്രയും ഇവരുടെ കഥ നമ്മളെല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. എന്നോ കാലത്ത് എത്രയോ പേര്. അപ്പോൾ ആ രാജാവിനെ പറ്റി നമ്മൾ പഠിക്കുന്നില്ല, മനസ്സിലായില്ലേ? അപ്പോൾ അള്ളാഹുവിന് വേണ്ടി അവരെന്ത് ചെയ്തു, ദുനിയാവിനെ അവർ ഒഴിവാക്കി. അള്ളാഹുവിന് വേണ്ടി അല്ലേ, അവർക്ക് ദുനിയാവിൽ ജീവിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. അവർ ദുനിയാവ് ആർക്ക് വേണ്ടി ഒഴിവാക്കി, അള്ളാഹുവിന് വേണ്ടി ഒഴിവാക്കി. അപ്പോൾ അള്ളാഹു എന്ത് ചെയ്തു, അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത്. കുറച്ച് ആൾക്കാരെ ഉള്ളുവെങ്കിലും അവരെ അള്ളാഹു പ്രൊട്ടക്റ്റ് ചെയ്ത്. അതുപോലെ തന്നെ അവരുടെ പ്രശസ്തി ഏത് കാലം വരെ, വിശുദ്ധ ഖുർആനിൽ അവരുടെ പ്രശസ്തി അള്ളാഹു ഇറക്കിയില്ലേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ ഒക്കെ എത്രയോ മുന്നേ ഉള്ള കഥയാണിത്. അപ്പോൾ അവരുടെ പ്രശസ്തി ഖുർആനുള്ള കാലത്തോളം അള്ളാഹു പ്രൊട്ടക്റ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പരീക്ഷണം പരീക്ഷണത്തിൽ വിജയിച്ച ആൾക്കാരുടെ കഥയാണ്. ഒന്നാമത്തെ കഥ എന്ന് പറഞ്ഞാൽ പരീക്ഷണത്തിൽ വിജയിച്ച ആൾക്കാരുടെ കഥയാണ്. അപ്പോൾ വിജയിച്ച ആൾക്കാർക്ക് അവർക്ക് എന്തായാലും അള്ളാഹു എന്ത് ചെയ്യും, സ്വർഗം കൊടുക്കുകയും ചെയ്യും. അപ്പം വിജയികളുടെ പരീക്ഷയാണ്. ഇനി രണ്ടാമത്തത് 2 തോട്ടക്കാരുടെ കഥയാണ് അല്ലേ. തോട്ടക്കാരുടെ കഥ എന്ന് പറഞ്ഞാൽ എന്താണ്, പിന്നെ അതിൽ ഒരാളുടെ കഥയാണ് പറയുന്നത്. അയാൾക്ക് ഭൂമിയിലുള്ള അല്ലേ സമ്പത്തും പിന്നെ എന്ത് ചെയ്ത് ഒരുപാട് നൽകി, ഭൂമിയിലുള്ള വിഭവങ്ങൾ ഒരുപാട് നൽകി. അപ്പോൾ അയാൾ എന്ത് ചെയ്തു, അദ്ദേഹം മതിമറന്ന് അള്ളാഹുവിനെ മറന്നു കളഞ്ഞു. അപ്പോൾ കഥകളൊക്കെ നമുക്ക് കഥ ഇതിലുണ്ട്, ആയകളിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതിലൂടെ നമുക്ക് ആ സമയത്ത് പഠിക്കാം. അപ്പോൾ രണ്ടാമത്തെ കഥയിൽ എൻ്റെ ഉള്ളടക്കം എന്താണെന്ന് വെച്ചാൽ, ഒരു തോട്ടക്കാരൻ, അയാൾക്ക് ഒരുപാട് സമ്പത്തും കാര്യങ്ങളൊക്കെ അള്ളാഹു കൊടുത്തു. ദുനിയാവിലുള്ള എല്ലാ വിഭവങ്ങളും കൊടുത്തു, എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്തു. അയാൾ അതിൽ മതിമറന്ന് എന്ത് ചെയ്ത്, അള്ളാഹു താലയെ മറന്ന്. അപ്പോൾ എന്ത് ചെയ്ത്, അള്ളാഹു അതെല്ലാം നശിച്ച്. അപ്പോൾ ഇത് എന്താണ്, ഈ പരീക്ഷണം പരാജയപ്പെട്ട ഒരാളുടെ പരീക്ഷണം. ഇപ്പോൾ 2 കഥ, ഇതിൻ്റെ തഫ്സീറാണിതെല്ലാം. ഓക്കെ. ഒന്ന് പരീക്ഷണത്തിൻ്റെ പരീക്ഷിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞിട്ടാണ് 4 കാര്യവും പറയുന്നത്. ഓക്കെ. ഒന്ന് വിജയിയുടെ പരീക്ഷണവും, രണ്ടാമത്തത് പരീക്ഷണം നടത്തി പരാജയപ്പെട്ട ആളുടെ കഥയും. അത് നമുക്ക് പറഞ്ഞു തരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മളത് നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ പരീക്ഷണത്തിൽ വിജയിക്കണം. പഠിച്ചറിയാം, പരീക്ഷണത്തിൽ വിജയിക്കാൻ വേണ്ടിയാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അള്ളാഹു താല പറഞ്ഞു തരുന്നത്. എൻ്റെ അടുത്തേയും കഥകളും പരീക്ഷണം തന്നെയാണ്. ഒന്ന് അറിവിൻ്റെ പരീക്ഷണമാണ്, മറ്റത് അധികാരത്തിൻ്റെ പരീക്ഷണവുമാണ്. ഓക്കെ. ഇനി അടുത്തത് അള്ളാഹു പറയാന്ന് എന്താണ്, ഭൂമിക്ക് അലങ്കാരമായിട്ടുള്ളതെല്ലാം ശാശ്വതമല്ല. ഇതെല്ലാം എന്ത് ചെയ്യും, എല്ലാം അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് ഭൂമികളെ ഒന്നുമില്ലാത്ത രീതിയിലേക്ക് മാറ്റും. അപ്പോൾ അത് ഖിയാമത്ത് നാളിൻ്റെ കഥയാണ്. അസ്ഹാബുൽ കഹ്ഫിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് ആയ നമ്പർ 99 മുതൽ പറയുന്നത് എന്തിനെ പറ്റിയാണ്,
ഖിയാമത്ത് നാളിനെ പറ്റിയാണ്. അതാണ് ഈ 8-ാമത്തെ ആയയുടെ തഫ്സീർ അവിടെയാണ് വരുന്നത്. ഓക്കെ, ഖിയാമത്ത് നാളും അതിനോടനുബന്ധിച്ചുള്ള സംഭവങ്ങളാണ് ലാസ്റ്റ് ഭാഗത്ത് വരുന്നത്. അപ്പോൾ അതാണ് ഇത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് ഇത് മനസ്സിൽ വെച്ചിട്ട് ചെയ്യുക. ഏത് നന്മയായാലും, നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് വരുന്ന നന്മയായാലും തിന്മയായാലും എല്ലാം എന്താണ്, പരീക്ഷണമായിട്ട് നമ്മൾ കാണുന്നതിന് പരീക്ഷണമാണ്. എന്നിട്ട് അള്ളാഹു നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്, കാണുന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ശ്രദ്ധിച്ച് പ്രവർത്തിക്കുക. എന്ന് പറഞ്ഞാൽ ഇത് എപ്പോഴാണ് കുഴപ്പം വരിക എന്ന് വെച്ചാൽ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ അല്ലെങ്കിൽ നമ്മളെ വീട്ടിലുള്ള ആൾക്കാരാരെങ്കിലും അല്ലേ ഒരു അള്ളാഹുവിന് തൃപ്തികരമല്ലാത്തൊരു പ്രവൃത്തി ചെയ്യാൻ നമ്മൾ നിർബന്ധിതരായാൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് അള്ളാഹു നോക്കുക. എല്ലാവർക്കും ഉണ്ടാവും കേട്ടോ പരീക്ഷണം, എല്ലാവർക്കും ഇട്ടുതരും, ആരും അതിൽ നിന്ന് രക്ഷപ്പെടുകയൊന്നുമില്ല. എനിക്ക് പറയാൻ തന്നെ പേടിയാന്ന്. എന്താണെന്ന് വെച്ചാൽ ആ ഒരു പരീക്ഷണത്തിൽ നമ്മൾ ആരെ കൂടെയാണ്, നമ്മളെ മനസ്സിൽ കൊണ്ട് നമ്മൾ ആരെ കൂടെയാണ് എന്നുള്ളത് അള്ളാഹു നമ്മളെ പരീക്ഷിക്കണം എന്തായാലും. ഓക്കെ, വെറുതെ സ്വർഗം തരില്ല എന്ന് അള്ളാഹുവിനെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു പരീക്ഷണത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ശ്രദ്ധിക്കുക, പരമാവധി അള്ളാഹുവിന് തൃപ്തിപ്പെടുന്ന കാര്യത്തിൽ മാത്രം ഇൻവോൾവ് ചെയ്യുക. ഈ ഒരു അസ്ഹാബുൽ കഹ്ഫിൻ്റെ കഥയുടെ സ്റ്റാർട്ടിംഗ് ആണിത് അല്ലേ. 1 മുതൽ 8 വരെയാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ട് പറഞ്ഞത്. 1 മുതൽ 8 വരെയുള്ള ആയയാണ്. ഇനി അടുത്തത് 9-ാമത്തെ ആയയിൽ, ഇത് ശരിക്കും അടുത്ത ക്ലാസ്സിലാണ് എടുക്കേണ്ടത്. ഞാൻ പിന്നെ 3 ആയ എന്നുള്ളൊരു കണക്കിനാണ് ഇത് എടുത്തു വെച്ചത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ അസ്ഹാബുൽ കഹ്ഫിൻ്റെ സംഭവം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എത്രയോ മുന്നേ നടന്ന സംഭവമാണ്. ഞാനും ഈ ജൂതന്മാരുടെ ഉള്ള അവർക്ക് അറിയാവുന്ന ഒരു കഥയാണ്, ജൂതന്മാർക്ക് അറിയാവുന്ന ഒരു കഥയാണ്. അപ്പോൾ ഈ കഥ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ അവിടെ മുശ്രിക്കീങ്ങളും അതേപോലെ തന്നെ ജൂതന്മാരൊക്കെ ഈ കഥ അവർക്കറിയാം, അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ എല്ലാവരും ഈ കഥയെ എത്രയോ ആശ്ചര്യം തന്നെയാണല്ലേ, ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്ചര്യം തന്നെയാണത്. എന്ന് പറഞ്ഞാൽ 309 വർഷം 300 വർഷം അല്ലെങ്കിൽ 309 വർഷം ശരീരത്തിന് ഒരു കേടുപാടും സംഭവിക്കാത്ത രീതിയിൽ ഭൂമിയിൽ നിലനിർത്തി എന്നുള്ളതൊരു അത്ഭുതം തന്നെയാണ്. പക്ഷേ അതിനേക്കാൾ ഒരുപാട് അത്ഭുതങ്ങളാണിത്. അള്ളാഹു ഭൂമിയും ഭൂമിയുടെ മുകളിലുള്ളതും അല്ലേ വാനലോകത്തുള്ള സംഭവങ്ങളൊക്കെ എന്താണ്, ഇതിനേക്കാൾ എത്രയോ അത്ഭുതങ്ങളാണ്. അതുകൊണ്ടാണ് അള്ളാഹു ഇങ്ങനെ പറയാൻ കാര്യം, ഈ ഒരു അയൽ ഇങ്ങനെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, അതിനേക്കാൾ അത്ഭുതമുള്ളത് വേറെ കാര്യം നമ്മൾ കണ്ണിൻ്റെ മുന്നിലുണ്ട് അല്ലേ. കണ്ണിൻ്റെ മുന്നിൽ എന്തൊക്കെ ഉണ്ട്, ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും, പർവ്വതങ്ങൾ, ചെടികൾ, കടലുകൾ, ആകാശഗോളങ്ങൾ, വനങ്ങൾ, ജന്തുക്കൾ എല്ലാം. പിന്നെ അതേപോലെ തന്നെ രാപ്പകലുകൾ മാറി മാറി അല്ലേ, രാവും പകലും ഒന്നും ഉണ്ടാകുന്നതിനെ പറ്റി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. രാത്രി ഉണ്ടാകുന്നു, പകലുണ്ടാകും, നമ്മളെന്തെങ്കിലും അറിയുന്നുണ്ടോ? അങ്ങനെ രാത്രിയാകുന്നു, പകലാകുന്നു, എല്ലാം അങ്ങനെ. ഇതെല്ലാം അല്ലാഹു തആല ഖുർആനിൽ പല സ്ഥലത്തും പറഞ്ഞിട്ടുമുണ്ട്. ഇതെല്ലാം അത്യധികം അത്ഭുതമുള്ള കാര്യങ്ങളാണ്. അതിനേക്കാളൊരു അത്ഭുതമുള്ള കാര്യം, അതുപോലെ തന്നെ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനേക്കാൾ എത്രയോ മഹത്തായതാണ് ആകാശങ്ങളെ സൃഷ്ടിക്കുക എന്നുള്ള അള്ളാഹു നബയിൽ പറഞ്ഞിട്ടുണ്ട്, സൂറത്തു നബയിൽ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ഏറ്റവും അത്ഭുതം. ഇത് അത്ഭുതമാണ്. ഇതിനേക്കാൾ അത്ഭുതങ്ങൾ അള്ളാഹു തആല ഭൂമിയിൽ വേറെയും നമ്മളെ കണ്ണിൻ്റെ മുന്നിൽ കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരായയുടെ തഫ്സീർ. ഓക്കെ, അപ്പോൾ നമ്മൾ അള്ളാഹുവിന് നന്ദി കാണിക്കുക. അപ്പോൾ അള്ളാഹു പറയുന്നുണ്ട്, ല ഇൻ ഷക്കർത്തും ല അസീദന്നക്കും, നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ച് തരും. അപ്പോൾ വർദ്ധിപ്പിച്ച് തരുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും നമ്മൾ നന്ദി കാണിക്കുക. പിന്നെ വല ഇൻ കഫർത്തും, നിങ്ങൾ കളവാക്കി അല്ലെങ്കിൽ നന്ദികേട് കാണിക്കുകയാണെങ്കിൽ ഇന്ന അദാബീല ഷദീദ്, എന്ന് പറഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെടേണ്ട കാര്യങ്ങളെല്ലാം അല്ലാഹു തആല എല്ലാ രീതിയിലും പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഭൂമിയിൽ ഉള്ള എല്ലാ വസ്തുക്കളും എന്തിനുള്ളതാണ്, നമുക്ക് ഉപകാരത്തിനുള്ളതാണ്. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മളിതൊന്നും ഉപയോഗിക്കരുത് എന്നല്ല കേട്ടോ, നമ്മൾ ഉപയോഗിക്കരുത് എന്നൊന്നും അല്ല അതിൻ്റെ അർത്ഥം. ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനൊന്നും അല്ല.
ഓക്കെ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അള്ളാഹു എങ്ങനെയാണോ അള്ളാഹുവിൻ്റെ വിലക്കുകളും വിധിവിലക്കുകൾ അനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുക. അള്ളാഹു എങ്ങനെയാണോ ഉപയോഗിക്കാൻ പറഞ്ഞത് അതേപോലെ തന്നെ ഉപയോഗിക്കുക. സൂറ ഖസസിൽ 77-ാമത്തെ ആയതിൽ അള്ളാഹു താല പറയുന്നുണ്ട്. എന്താ പറയുന്നത് വെച്ചാൽ വലാ തൻസ നസീബക മിനദ്ദുനിയ, ദുനിയാവിലുള്ള പങ്കിനെ നീ വിസ്മരിക്കേണ്ടെന്ന്. വലാ തൻസ, നീ വിസ്മരിക്കേണ്ട, നസീബക, നിൻ്റെ ഓഹരി, നിൻ്റെ പങ്ക്, മിനദ്ദുനിയ, ദുനിയാവിലുള്ള. അപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് ദുനിയാവിൽ നമുക്ക് ഹലാലായ കാര്യങ്ങൾ കുറച്ചേ ഹറാമായ കാര്യമുള്ളൂ. നമുക്ക് ഹലാലായ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാൻ പറ്റുന്ന. അതേപോലെ തന്നെ വേറെ ഒരു കാര്യം സൂറ ബഖറയിൽ 29-ാമത്തെ ആയതിൽ അള്ളാഹു താല പറയുന്നുണ്ട്, ഹുവല്ലദീ ഖലഖലക്കും മാഫിൽ അർളി ജമീഅൻ, നിങ്ങൾക്ക് വേണ്ടിയാണ് ഭൂമിയുള്ളത് മുഴുവനും നാം സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടിയാണ്, നമുക്കതെല്ലാം ഉപയോഗിക്കാം. പക്ഷേ ഉപയോഗിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, അള്ളാഹുവിനെ സൂക്ഷിച്ച് ഉപയോഗിക്കുക, അത്രേ വേണ്ടൂ. ഓക്കെ. ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുക. സുമയ ടീച്ചറെ സമയമായിട്ടുണ്ടല്ലോ. ഓക്കെ. ഓക്കെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക നശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത നസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.